VR ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. നിരുവിനെ അറിയാൻ പറ്റുമോ? അത് എന്തെന്ന് പറ. ഇന്ന് കുറെ കാലമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള സംഭവമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ചെണ്ട പഠിക്കുന്നുണ്ട്. ഗുരുവായൂർ ജയപ്രകാശ് ആശാന്റെ ശിഷ്യനാണ് ഞാൻ. അപ്പോൾ എനിക്കിന്ന് വളരെയധികം സന്തോഷം. എന്ന് വെച്ചാൽ ചെണ്ടക്കലാകാരൻ എന്ന നിലയിൽ ഇന്ന് ചെണ്ട കിട്ടും അല്ലേ? അതെ, അതായത് നമ്മുടെ പഞ്ചാരി മേളം അരങ്ങേറ്റം കഴിഞ്ഞു. അന്ന് ആള് മറ്റേ ചെണ്ട മേടിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഇനി തായമ്പക പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ തായമ്പകയ്ക്ക് വേണ്ടിട്ട് ഏകദേശം പകുതിയോളം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് അരങ്ങേറ്റാകുമ്പോഴേക്കും നമ്മള് ചെണ്ട മേടിച്ചു നമ്മള്. അതിന് മൊത്തം കാര്യങ്ങൾ. അപ്പൊ ഇനി ചെണ്ട റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആശാൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ആശാന്റെ അടുത്ത് നമ്മള് ആശാന്റെ വീട്ടിൽ പോയിട്ട് ചെണ്ട മേടിക്കാൻ പോകണം നമ്മള്. അപ്പൊ അതൊരു വലിയ സന്തോഷ ദിവസമാണെന്ന്. അപ്പൊ അത് നമുക്ക് എന്തായാലും ഏറ്റവും വലിയ സന്തോഷ കാര്യമാണ്. അപ്പൊ നമുക്ക് നേരെ ആശാന്റെ വീട്ടിലോട്ട് പോവാം നമുക്ക്. ഓക്കെ, എൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിരഞ്ജൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ. അതായത് ചെണ്ട കിട്ടാൻ പോവാണ്. അപ്പൊ നമുക്ക് ആശാന്റെ വീട്ടിലേക്ക് ആശാൻ ഉച്ചയൂണ് കഴിഞ്ഞ് ഉറക്കത്തിലാണ് തോന്നുന്നുണ്ട് കേട്ടോ. അറിയില്ല, സംശയമുണ്ട്. കോണിമ്പലടിക്കാം. അടിച്ചു ആശാൻ ഊണ് കഴിഞ്ഞ് ഉറക്കത്തിലാണ്. അതോ തുറക്കാത്ത എന്താണ് ആശാൻ? നമുക്കൊന്നുകൂടി ബെല്ലടിച്ചു നോക്കാം. അതെ, നമസ്കാരം ആശാനെ. നമസ്കാരം. അപ്പോൾ നമ്മൾ ആശാന്റെ വീട്ടിലെത്തിയിട്ടോ. നിരഞ്ജൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ആശാന്റെ അടുത്ത് ചെണ്ട മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തായമ്പക ഇനി കൊട്ടിക്കണത് ചെണ്ടയിലായിരിക്കും അല്ലേ? ചെണ്ടയിൽ ഇനി ഇപ്പൊ നമ്മള് ചെണ്ട പഠനം എന്ന് പറഞ്ഞാല് ആദ്യം നമ്മുടെ കൈകളൊക്കെ ഒന്ന് വഴങ്ങാൻ വേണ്ടി മാത്രമാണ് ഈ കരിങ്കല്ലും പുളിമുട്ടി ഉപയോഗിച്ച് ചെയ്യുക. അപ്പോൾ അതിൽ കരിങ്കല്ലും പുളിമുട്ടി എന്ന് പറഞ്ഞാൽ സ്ഥാനങ്ങളൊന്നുമില്ല. കല്ലിന്റെ മുകളിൽ ശബ്ദമൊന്നും വരില്ലല്ലോ, വെറും കൈ വഴങ്ങൽ മാത്രമേ ഉള്ളൂ. ഈ തായമ്പക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സ്ഥാനങ്ങളുണ്ട്. അതേപോലെ ചെണ്ടയുടെ കോലിന് തന്നെ വക്കുണ്ട്, നടുവുണ്ട്. അതേപോലെ കൈ, ദിംകാരം, നഗാരം, ചാപ്പ്, പൊത്ത്, അങ്ങനെ 4 സാധനം. അതൊന്നും ഇപ്പൊ കല്ലിന്റെ മുകളിൽ വരുത്താൻ പറ്റില്ല. അപ്പോ ഇവരേനെ ഇപ്പൊ തായമ്പക പഠിപ്പിക്കുമ്പോ ആദ്യമായിട്ട് ചെയ്യണം എന്താ വെച്ചാൽ കൊട്ട് ആദ്യം തന്നെ സ്ഥാനം, കയ്യിന്റെ ചലനങ്ങള് വൃത്തിയാവണം. അപ്പോൾ വക്കത്ത് കൊട്ടണം, നടുവിൽ കൊട്ടണം. അതേപോലെ നഗാരം വരേണ്ട സ്ഥലത്ത് നഗാരം വരണം, ദിംകാരം വരേണ്ട സ്ഥലത്ത് വരണം, ചാപ്പ്, അങ്ങനെ എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് തന്നെ വരണം. അപ്പൊ അത് ആദ്യം തന്നെ പഠിക്കുമ്പോൾ നമ്മൾ കല്ല് കഴിഞ്ഞാൽ പിന്നെ ചെണ്ടക്കോലായിട്ട് വലന്തലയുടെ മുകളിലാണ് ചെണ്ട വലന്തല ഭാഗത്താണ് നമ്മൾ സാധകം ചെയ്യിപ്പിക്കുക. അപ്പോൾ കുറച്ചുകൂടി ഒരു ഇത് കിട്ടും. കരിങ്കല്ല് കൊട്ടിയുള്ള വഴക്കം അല്ലെങ്കിൽ സാധകത്തിനെക്കാട്ടും കുറച്ചുകൂടി വ്യത്യാസം വരും. കുറച്ച് കരിങ്കല്ലിന്റെ മുകളിൽ കിട്ടുന്ന സാധകത്തിന്റെ പകുതിയേ കിട്ടുള്ളൂ വലന്തലയുടെ മുകളിലാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കൊട്ടണ ഭാഗത്തിന് ഇടന്തല എന്ന് പറയും. ഈ മേളൊക്കെ കൊട്ടുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് 2 കോലുകൊണ്ട് കൊട്ടുന്ന ഭാഗം ഇടന്തല, താളം പിടിക്കുന്ന ഭാഗം വലന്തല. ചെണ്ടയ്ക്ക് 2 ഭാഗം. അപ്പൊ ആദ്യം വലന്തലയുടെ മുകളിൽ പ്രാക്ടീസ് ചെയ്ത് അതിന്റെ പിന്നെ ഇടന്തലയുടെ മുകളിലാകുമ്പോൾ അതിന്റെ പകുതിയെ കിട്ടുന്നതാണ് പണ്ടത്തെ ഗുരുനാഥൻ. അപ്പൊ ഇവിടെ കുന്നോളം നമ്മള് സാധകം ചെയ്ത് അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. എത്രയും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു 4/1 നമുക്ക് അത് കിട്ടുള്ളൂ. അപ്പൊ അത് വൃത്തിയായി പിന്നെ എന്ന് പറഞ്ഞാല് ഇതൊരു വാസനയാണ്. അതായത് ഇത് പഠിക്കണം, ഇൻട്രസ്റ്റ് ഉള്ള, അതായത് പഴയ ഭാഷയിൽ പറഞ്ഞ ഏത് കലോടാണ് കൂടുതൽ വാസന, സ്നേഹം തന്നെ വേണം. കുറെ ബുദ്ധിമുട്ടുകളാണ്. ചെണ്ടയുടെ മുകളിലൊക്കെ പഠിക്കുമ്പോ കൈ, ഇപ്പൊ കല്ലിന്റെ മുകളിൽ പഠിക്കുമ്പോൾ തന്നെ കൈയൊക്കെ പൊട്ടും, ചോര വരും. അത് പഴയ ആൾക്കാർ പറയാം കരിങ്കല്ലിന്റെ മുകളിൽ തല്ലി കയ്യിന്റെ നീര് കളയാൻ. അപ്പൊ അങ്ങനെയാണ്. പിന്നെ ചെണ്ടക്കോല് പിടിക്കുന്ന ഈ ഭാഗങ്ങൾ പൊട്ടും, തോല് പോവും, അതേ തഴമ്പ്, ഷോൾഡറൊക്കെ വേദനയ്ക്കും
ഒരു ചെണ്ടക്കാരൻ സ്വാഭാവികമാണ്. ഏത് കല പഠിക്കാനും അതിൻ്റെതായ വിഷമമുണ്ട്. പക്ഷെ ഏറ്റവും ക്ഷേത്രകലകളിൽ പഠിച്ചെടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും അതേപോലെ പോർഷൻസ് ഒക്കെ കൂടുതലുള്ളതും ചെണ്ടയിലാണ്. ചെണ്ട പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഏത് കലകൾ വേണമെങ്കിലും ക്ഷേത്രവാദികൾ പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. മദ്ദളത്തിലും അതേപോലെ ഇതിലൊക്കെ ചെണ്ടയുടെ വായ്ത്താരി എണ്ണങ്ങൾ തന്നെയാണ്. ചെണ്ട പഠിച്ച് പിന്നെ ബാക്കി ഇപ്പൊ മദ്ദളം അങ്ങനെ പഠിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. ഇത് തന്നെയാണ് അതിലും വരുന്ന വായ്ത്താരികളെല്ലാം. ചെണ്ട അതിലൊക്കെ കയ്യിന്റെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. അവര് പാടക്കൈയൊക്കെ വേറെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ മദ്ദളക്കാര് കൊട്ടണ ഇപ്പൊ കേളിയിലായാലും അതുപോലെ എണ്ണകൾ ചമ്പടവട്ടത്തിലായാലും കൊട്ടുന്ന എണ്ണകളൊക്കെ ചെണ്ടക്കാരുടെ അവരുടേതായ എണ്ണകളുണ്ട്. പക്ഷെ ബാക്കിയുള്ള കുറെ എണ്ണകൾ അതുപോലെ തന്നെ തിമിലയില് തിമലയിലൊക്കെ തായമ്പക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെണ്ടയിൽ കൊട്ടുന്ന തായമ്പക തന്നെയാണ് കൊട്ടുക. നമ്മള് ചെണ്ടയുടെ മുകളിൽ ഒരു കയ്യും ഒരു കോലും വെച്ച് കൊട്ടുമ്പോ പക്ഷെ എണ്ണങ്ങളൊക്കെ ഇതേപോലെ. ഇപ്പൊ നിരു എന്ന് പറഞ്ഞാല് LKG മുതലാണ് ചെണ്ട ക്ലാസ്സിൽ ചേർന്നത്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ LKG ആള് ചെല്ലുമ്പോ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ആശാ പറയും ഒന്ന് ഉറച്ചോട്ടെ ആള്, എന്നിട്ട് നമുക്ക് ഇരുത്താം അവരെ. എന്നാൽ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ കുട്ടിക്കാലത്ത് എന്താ സ്റ്റൂളും വരുന്നിട്ട് എവിടെ ചെന്നിരുന്നാലും വെറുതെ ഇരുന്ന് കൊട്ടിലോടും. നിരഞ്ജന്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ നല്ല സമയത്ത് തന്നെ ഏറ്റവും ചെറുപ്പകാലത്ത് തന്നെ ചെണ്ടയിൽ വന്ന് പഠിക്കാൻ പറ്റി എന്നുള്ള ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അവരാ നല്ല കുറെ കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും. ഇപ്പൊ കല പഠിക്കുന്നതിന് പ്രായപരിധി ഒന്നുമില്ല. പക്ഷെ പ്രായം കൂടുതലോടും അത്രയും റിസ്ക് ആണ് കൈയൊക്കെ. ഇപ്പൊ അവന്റെ അതൊരു ഭാഗ്യാണ്. നല്ല പ്രാവശ്യം പഠിക്കാൻ പറ്റുക ഭാഗ്യാണ്. അപ്പൊ ആളുടെ ഇഷ്ടം ചെണ്ടയാണെന്ന് തോന്നി. അപ്പൊ ആശാന്റെ അടുത്ത് കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ പഞ്ചാരി മേളം അരങ്ങേറ്റം കഴിഞ്ഞു. ഇപ്പൊ വേറെ ഒരുപാട് ഒക്കെ ഉള്ളതല്ലേ മിമിക്രി ആയിട്ട് ബന്ധപ്പെട്ട അതൊരു പ്രത്യേകത തന്നെ. കാരണം എന്താ വെച്ചാൽ ഈ കലാകാരന്മാരെന്ന് പറഞ്ഞാൽ മുഴുവൻ ആൾക്കാരല്ല, അതിന് വ്യത്യാസമാണ്. പക്ഷെ മൊത്തത്തിൽ പറയാ പാരമ്പര്യം. ഇപ്പൊ എന്റെ അച്ഛൻ ചെണ്ടക്കാരനായിരുന്നു, അച്ഛൻ്റെ അച്ഛൻ ചെണ്ട അങ്ങനെ ഒരു പാരമ്പര്യം. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മക്കള് വരും. അപ്പൊ അത് ഇത്രയും പാരമ്പര്യമായിട്ട് ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടും ഞാനിപ്പോ ചുരുക്കി പറയാണ്, കൃഷ്ണൻകുട്ടി ആശാന്റെ അവിടെ ഇങ്ങനെ നിഷ്കർഷമായിട്ടുള്ള ഒരു ഇന്നത്തെ പോലെയല്ല. ഇന്ന് പിന്നെ അടിക്കാൻ പാടില്ല, കുട്ടികളെ തെറ്റി അടി തന്നെയാണ്. അപ്പൊ 2-3 പ്രാവശ്യം ഞാൻ അവിടെ നിന്ന് നിർത്തി പോന്നിട്ട് ചാടി പോരുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായതാണ്. പിന്നെ അച്ഛൻ വീണ്ടും അവിടെ കൊണ്ടായി. ഇപ്പോഴാണ് അതൊക്കെ ആലോചിക്കണത്. അപ്പൊ നിരഞ്ജന പറഞ്ഞ പാരമ്പര്യം അങ്ങനെ ചെണ്ടയിലൊന്നും ഇല്ലാത്ത എന്റെ ചെറുപ്പത്തിൽ പറഞ്ഞ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ തലമുറ വ്യത്യാസം ഉണ്ടല്ലോ. ഇപ്പൊ ചെണ്ട വീട്ടിലുണ്ടാവണം അല്ലെങ്കിൽ വീട്ടിൽ ചെണ്ടക്കാരനൊന്നുമില്ല. മാധ്യമങ്ങളിലൂടെ കുറെ തൃശ്ശൂർ പൂരം അങ്ങനെ വലിയ വലിയ പൂരങ്ങള് അങ്ങനെ അതേപോലെ കഥകളി ആയാലും എന്തായാലും ക്ഷേത്രകലകളൊക്കെ നമ്മൾ ഈ ദൃശ്യമാധ്യമത്തിൽ കൂടെ കണ്ടിട്ട് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആവും. കുറെ കുട്ടികൾ ഇപ്പൊ അടുത്ത് പഠിക്കാൻ പറ്റില്ല, അവർക്ക് പാരമ്പര്യം അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അവർക്ക് എപ്പോ നോക്കിയാലും ചെണ്ട. പിന്നെ ഗുരുവാരമ്പലത്തിലൊക്കെ വേറെ ഒരു ക്ഷേത്രവാദികളും വിൽക്കാണ്ടാവില്ല. ചെണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചെറിയ രൂപം, ശരിക്കും ചെണ്ടല്ല, എന്നാലും കുട്ടികൾ ആ ചെണ്ടയ്ക്ക് വേണ്ടി വാശി പിടിക്കും. അത് വേണമെന്ന് പറഞ്ഞിട്ട് 2 കോലൊക്കെ ആയിട്ട്. അപ്പൊ എല്ലാ കുട്ടികൾക്കും ചെണ്ടയിലാണ്. തിമലിയും മദ്ദളം കുട്ടികളില്ല എന്നല്ല, ബാക്കി ക്ഷേത്രവാദികളൊക്കെ കുട്ടികൾ കുറവാണ്. ഏത് സ്ഥാപനത്തിൽ എടുത്തു നോക്കിയാലും ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ ചെണ്ടയ്ക്ക് പഠിക്കാനാവും കൂടുതൽ കുട്ടികൾ. എന്നിട്ട് അവിടുന്ന് ആശാമാരെ നിർബന്ധിച്ചിട്ട് മറ്റു വിഷയങ്ങളിൽ ഈ കുട്ടികളെ ചെണ്ടയ്ക്ക് ഇഷ്ടംപോലെ കുട്ടികൾ. ചെണ്ട എന്ന് പറഞ്ഞ പ്രത്യേക നമ്മുടെ ഗുരുവായൂർ തന്നെ വാദ്യവിദ്യാലയത്തില് പേര് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ചെണ്ടയ്ക്കാണ്. മറ്റേ അവിടുത്തെ അധ്യാപകന്മാര് പറയാണ് കുഴല് പഠിക്കാനും കൊമ്പ് പഠിക്കാനും കുട്ടികൾ കുറവാണ്. ചെണ്ടയ്ക്ക് അവര് നിർദ്ദേശിച്ചുള്ള പോസ്റ്റായിട്ട് 4 ഇരട്ടി കുട്ടികളാണ്. അതേപോലെ കലാമണ്ഡലത്തിലായാലും എവിടെയായാലും ചെണ്ടയ്ക്ക് പഠിക്കാൻ ഭയങ്കര. ചെണ്ട എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ്. അപ്പൊ എനിക്കിപ്പോഴാണ് അന്ന് അയക്കുന്നു വേണ്ട ഞാൻ നിർത്തുന്നത്. എന്റെ കൈയൊക്കെ പൊട്ടിയതായി. അപ്പൊ അവരന്ന് നിർബന്ധിച്ച് ആശ അവിടുന്ന് അടിയിട്ട് നമ്മൾ അവിടെ ചാടി. അപ്പൊ ഇവിടുന്ന് അടിച്ചിട്ട് അവിടുന്ന് കൊണ്ടാകും. ഇപ്പോഴാണ് അതിന്റെ ആശാൻ ചെണ്ടക്കാരൻ. എവിടെ ചെന്നാലും നമുക്ക് ആ ഒരു ചെണ്ട ഒരു പഠിത്തിന്റെ മുകളിലുള്ളൂ. അല്ലാണ്ട് നമ്മളാരാ ഗുരുവായൂർ ജയപ്രാവശ്യം ഗുരുവായൂരത്ത് തന്നെ ചെണ്ടക്കാർ ഗുരുവായൂരപ്പന്റെ ചെണ്ട നമ്മുടെ മേളം താഴ്മയൊക്കെ കാണുമ്പോ അപ്പൊ നമുക്ക് ഭയങ്കര ഒരു ഇതാണ്.
അന്ന് ഞാൻ നിർത്തി പോരാച്ച ഇന്ന ആരറിയാനാ, ആരറിയാം. അത് നമ്മുടെയൊക്കെ തലയില് വരച്ചിട്ടുണ്ടാവും ഒരാള് എന്താ. ആൾക്കാർ ഇപ്പൊ ഇന്നലെ കൊപ്പത്തൊക്കെ പരിപാടി കഴിഞ്ഞിട്ടേ ആൾക്കാർ വിടുന്നേ ഇല്ല, എടുത്ത് പൊക്കുക. എനിക്കാച്ച ശരിക്കും ഞാൻ കോട്ടക്കലത്തെ മേളം കഴിഞ്ഞ് 2.5 മണിക്കൂർ മേളം കഴിഞ്ഞിട്ടാണ് കൊപ്പത്ത് ഒരു 2-3 മണിക്കൂറോളം ഉണ്ടായി. ആ മേളം കഴിഞ്ഞപ്പോ ആൾക്കാർ നോട്ടുമാലയൊക്കെ ഇട്ടിട്ട് അവരെ ഒരു സന്തോഷം ഓരോരുത്തരും മാറി 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 വരിക. അതേപോലെ ഓരോ സ്ഥലം ഇപ്പൊ കണിച്ചിക്കുളങ്ങര, ആലപ്പുഴയിലെ കണിച്ചിക്കുളങ്ങര മേള ലേഡീസ് അടക്കം വന്നിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇന്റതല്ല, നമ്മുടെ മേളത്തിനോടുള്ള അവരുടെ പ്രണയം ഭയങ്കര. നമുക്കച്ച വയ്യാണ്ട് ഇങ്ങനെ പോരാൻ വേണ്ടി അവർ സമ്മതിക്കില്ല. ഒരു സെൽഫി എടുക്കട്ടെ ആശാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ അവര് സന്തോഷല്ലേ നമ്മൾ അവരനുസരിച്ച് നിൽക്കുക. അതൊക്കെ ഈ ചെണ്ട പഠിപ്പിലൂടെ നമുക്ക് ചെണ്ടക്കാരനായതുകൊണ്ട് കിട്ടിയ കലയോടുള്ളൊരു ഇഷ്ടമാണ് ആൾക്കാർക്ക്. അത് അപ്പൊ ഇന്ന് ഇന്നത്തെ തലമുറയില് കണ്ടമാന കുട്ടികള് പിന്നെ എന്റെ അടുത്ത് തന്നെ ഇഷ്ടംപോലെ കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട്. ഇവരുടെയൊക്കെ താഴെ ഇന്ന് 2 കുട്ടികള് ഇപ്പൊ 2 കുട്ടികളുണ്ട്. അവർക്ക് പനിയാന്ന് പറഞ്ഞാൽ അവർ ഒരു 8 കുട്ടികളുടെ പുതിയ അഡ്മിഷൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്ഥലത്തും അങ്ങനെ എന്റെ അടുത്ത് മാത്രമല്ല, എന്റെ അടുത്ത് കാര്യം പറഞ്ഞു ഇഷ്ടംപോലെ ചെണ്ട പഠിക്കാൻ ഇഷ്ടംപോലെ. അതേപോലെ അവരെങ്ങാട്ടും കൂടുതൽ ഇൻട്രസ്റ്റ് അവരെ പേരൻസിനാ കുട്ടികളെ കലോത്സവത്തിന് പോവുക. അപ്പൊ അതിന് പണ്ടൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോ അച്ഛനൊക്കെ ചീത്ത പറയുക ചെയ്തായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. പണ്ട് ജാതീയത ഇപ്പോഴും ഉണ്ട് ചില സ്ഥലത്തൊക്കെ, കുറെ സ്ഥലത്തൊക്കെ. എന്നാലും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങളുടെ സങ്കടമാണ്. കാരണം എന്താ വെച്ചാ അച്ഛൻ പറയണത് എന്താ വെച്ചാ അന്ന് മാരാര് നായര് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല, ഇതൊന്നും കോളത്തേറ്റ് 3 മാസം നടന്നിട്ട് ഒരു കാര്യമില്ല. നമുക്കൊന്നും അങ്ങനെ ഈ നമ്മുടെ എന്റെ കാര്യമല്ല, കഴിവിനനുസരിച്ചുള്ള അംഗീകാരം പ്രത്യേകിച്ച് ചെണ്ടയില് കിട്ടിയിരുന്നില്ല. അപ്പൊ ഇന്ന് എനിക്കിപ്പോ ആലപ്പുഴ ആയാലും കോട്ടയായാലും പാലയായാലും വലിയ വലിയ ക്ഷേത്രങ്ങളിൽ അവിടെയൊക്കെ നമ്മൾ 50 ആള് അല്ലെങ്കിൽ 100 ആള് അല്ലെങ്കിൽ 75 ആള് അവിടെയൊക്കെ മേളം പ്രമാണിക്കാനുള്ള അവസരം കിട്ടുന്നത്. അപ്പോൾ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കിടക്കുന്ന ഒരു നായർ ആയിട്ടുള്ള ഒരു കലാകാരന് എനിക്ക് അവിടെ കംപ്ലീറ്റ് മാരാരും അതൊക്കെ അവിടെ ഒന്നും ജാതീയത അവിടെ പോയിട്ട് പ്രമാണിക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ മനസ്സിലാലോചിക്കും, എനിക്ക് ഉള്ളില് ഞാൻ അർഹിക്കണേക്കാട്ടും കൂടുതൽ അംഗീകാരം ഗുരുനാഥന്മാര് അച്ഛൻ്റെ അമ്മ അതൊന്നും കാണാൻ ഇല്ലല്ലോ. ഇപ്പോ അവരത്രയും ബുദ്ധിമുട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് അർഹിക്കണ എല്ലാ സ്ഥാനങ്ങളും അതേപോലെ സാമ്പത്തികമായാലും ഒക്കെ നമ്മൾ വിചാരിച്ചതിനാട്ടും കൂടുതൽ. അതെ, ശരിയാണ്. പണ്ടൊന്നും ഇതൊക്കെ കൊണ്ടുവരുന്ന പണ്ട് ഇത്രയും ഒരു എന്താ ഇപ്പൊ അന്ന് നമ്മുടെ മട്ടന്നൂരിന്റെ പ്രോഗ്രാം ഉണ്ടായപ്പോ തന്നെ അദ്ദേഹം അതില് പറയണ്ടായി, പണ്ട് കാലത്തൊക്കെ കൊട്ടാൻ പോകുന്നവർക്കൊന്നും കാശില്ല. ഞാൻ ജനിക്കണ 70-71 കാലഘട്ടങ്ങളിലൊക്കെ എല്ലാവരും പെരുവനം കുട്ടേട്ടന്റെ ഒരു ഇന്റർവ്യൂവില് ശങ്കരേട്ടന്റെ അവർ പറയണ അവര് എല്ലാ കലാകാരന്മാരും നിർത്തി വേറെ ജോലിക്ക് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒന്നും ഇതുകൊണ്ടൊന്നും ഒരു രക്ഷയില്ല. ഇന്നിപ്പോ എല്ലാ ക്ഷേത്ര കമ്മിറ്റിക്കാരും ഉത്സാഹിച്ചിട്ടാ പരിപാടി അവരുടെ പരിപാടിയെക്കാട്ടും ഗംഭീരാക്കണം. അവിടെ 51 ആളുടെ മേള ഇവിടെ 100. അപ്പൊ അത്രയും കലാകാരന്മാർക്ക് അവസരം കിട്ടില്ല. നല്ല അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പൊ പണ്ട് ഒരു കാലത്തൊന്നും ചെണ്ടക്കാരനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണില്ല, കല്യാണം ആലോചിക്കുമ്പോ. അങ്ങനെ ഒരു അനുഭവിച്ചുള്ള കൊറേ സ്ഥലത്ത് നീ ചെണ്ടക്കാരൻ എനിക്കൊന്നും പെണ്ണ് കിട്ടില്ല അങ്ങനെയൊക്കെ പറയുന്നത്. ഇന്ന കാര്യം മാത്രല്ല, ചെണ്ട കൂട്ടാ 3 മാസമല്ലേ ഉള്ളൂ, പിന്നെ വെറുതെ എങ്ങനെ കുടുംബം നോക്കാനാ. ഇവിടെ വേറെ അഡീഷണൽ ജോലി ഉണ്ടെങ്കിൽ സർക്കാർ ജോലി ഉണ്ടെങ്കിൽ മാത്രമേ. ഇന്നിപ്പോ അങ്ങനെയൊന്നുമില്ല. ഇന്നിപ്പോ നമ്മൾ എവിടെ പോയാലും നമ്മളെ അർഹിക്കണേക്കാട്ട് കൂടുതൽ സ്ഥാനം നമുക്ക് അവിടുന്ന് കിട്ടുന്നുണ്ട്. ഒരു വീട്ടില് നമ്മൾ ചെന്നാലും ഇന്നലെയൊക്കെ ഞാൻ ചെന്ന മേളത്തിന് പോയപ്പോ കുറച്ച് നേരമായിട്ട് ഞാൻ ചെന്നത് അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒപ്പം വന്ന കുട്ടീനെയൊക്കെ അവര് വീട്ടിൽ കൊണ്ടുപോയിട്ട് അവര് നമുക്ക് വിഷമാവുക. അവര് ഇത്രയും വലിയ മഹാന്മാരായ ആൾക്കാരെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾക്ക് ഒരു പിടി ഭക്ഷണം ഞങ്ങളുടെ കൈകൊണ്ട് വളർത്തി തരാൻ പറ്റിയ. അപ്പൊ ഞാൻ അങ്ങനെയൊന്നും പറയുന്നത് എനിക്കാണ്, ഞങ്ങൾക്ക് വിശന്നിട്ടിരിക്കുന്നത്. നിങ്ങളുടെ കൈകൊണ്ട് ഒരു പിടി ചോറ് കിട്ടിയത് തന്നെ ഭയങ്കര. അവർ വീട്ടിൽ വെക്കണ പോലെ ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് കഴിക്കണ പോലെയാണ് എനിക്ക് തോന്നുന്നത്, പായസം അടക്കമുള്ള ചോറ്. അപ്പൊ അവർ അങ്ങനെ പറയും, ഞങ്ങൾക്ക് നിങ്ങളെ പോലത്തെ ആശമാരൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഭക്ഷണം തരാൻ പറ്റിയത് ഭയങ്കര കാര്യമാണ്. അപ്പൊ നമ്മുടെ ആ ഒരു കലാകാര് ജയപ്രകാശായ ഒന്നും കിട്ടില്ല, ചിലപ്പോ വീടിന്റെ ഉള്ളിൽ തന്നെ കേട്ടില്ല. ഗുരുവായൂർ ജയപ്രകാശ് ആ ഒരു ഇതിലാണ് കിട്ടുന്നത്. ഭയങ്കര നല്ല സന്തോഷം തന്നെയാണ് പറയുമ്പോ. അങ്ങനെയാണ്. അപ്പൊ നിരഞ്ജനൊക്കെ വീണ്ടും ചെണ്ട പഠിക്കുന്നത് ആവട്ടെ. ഇനി അടുത്ത
തലമുറകൾ ഇനി അങ്ങനെ കൂടുള്ളൂ. കൂടി വരും. അല്ല, നമ്മളെ ഈ കലക്കുള്ള അംഗീകാരങ്ങളാണ്. ഇപ്പൊ ഇവരടക്കം 8 പേരട്ടില്ലേ പഠിക്കുന്നത് തായമ്പക പഠിക്കുന്നത്. 8 പേര്. കുറച്ച് ആൾക്കാർ ഇപ്പൊ 10ാം ക്ലാസ് ആയ കാരണം സ്റ്റോപ്പ് ചെയ്ത് 10ാം ക്ലാസ് അവരും ചെണ്ട അപ്പൊ ഞാനല്ലാതെ ചെണ്ടയില് മുഴുവൻ ഇൻവോൾവഡ് ആയി കഴിഞ്ഞാൽ പിന്നെ പഠിക്കാം. കാരണം എന്റെ അച്ഛൻ ചെണ്ട പട്ടിരുന്ന് പറഞ്ഞിട്ട് 2 പ്രാവശ്യം 2-3 പ്രാവശ്യം വേറെ ജോലിക്ക് ഇന്നെ തള്ളി വിട്ടതാ. അപ്പൊ ഞാന് നമ്മളെ കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന് ചെണ്ട കൊട്ടിന്റെ ഭയങ്കര ഇൻട്രസ്റ്റ്, പിന്നെ പൂരപ്പറമ്പൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു പ്രത്യേകത വിഭവ സമൃദ്ധമായ സദ്യ, ഭക്ഷണം, പിന്നെ അവിടെ ആ സാഹചര്യം ഉണ്ടല്ലോ, അത് വിട്ടിട്ട് ഇപ്പൊ ഏത് കലാകാരനായാലും ഒരു ഗൾഫിലേക്ക് എടുക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ കൂടെ വന്നിരുന്ന എന്റെ ഒപ്പം വന്ന ഒരു കുട്ടിയുണ്ട്. അവനെ വീട്ടുകാർ നിർബന്ധിച്ചിട്ട് ഗൾഫിലേക്ക് പോയത്. ഇപ്പൊ എല്ലാ ദിവസവും എന്നോട് വിളിക്കുക, ആശാനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പോയത് ഓർമ്മ. അവരെ വീട്ടില് സാമതി, അവനെ ചതിക്കരുത്, നീ വരരുതെങ്കിലല്ല എന്റെ അമ്മേനെ തല്ലിക്കൊല്ലുന്നൊക്കെ. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഞാനായാലും ഇന്നിപ്പോ എവിടെ കൊണ്ടുപോയി ജയിലിലിട്ടാലും പൂരക്കാലായി നമ്മൾ പൂരപ്പറമ്പിലെത്തും. അതൊരു പൈസ കിട്ടുന്നതല്ല, പൈസ കിട്ടുന്ന ഒരു പ്രത്യേക എന്താ പറയാ ഒരു സാഹചര്യമാണ് അവിടെ. അതിൽ കുറെ നടന്നത് ഉത്സവത്തിന്റെ ആ കാര്യങ്ങളും ആ ആനയുടെ മുമ്പിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള ആൾക്കാരായിട്ടുള്ള നമ്മള് സംസാരം, അതേപോലെ സംസർഗം, അത് പല നല്ല നിലവാരമുള്ള ആൾക്കാർ, വീട്ടില് അങ്ങനെ കുറെ ആൾക്കാർ. അതൊക്കെ വരുമ്പോ ആ ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ, ഉത്സവ സീസൺ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പച്ച ഭാഷയിൽ പറയുമ്പോ പൂരപ്പറമ്പിലൊക്കെ തെണ്ടി അത് കഴിഞ്ഞ് കണ്ണി കണ്ടോടൊക്കെ ഇട്ടുള്ള ഭക്ഷണം കഴിക്കുക, അങ്ങനെ നടപ്പില്ലേ കൂട്ടുകാരെ. അങ്ങനെ അനുഭവിച്ചു. ആ സമയം വന്നു കഴിഞ്ഞാൽ ഈ വലിയ നല്ല വിഷമുള്ള പാമ്പൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചികിത്സിച്ച് ഭേദാക്കിയാലും ആ സമയം പിറ്റത്തെ കൊല്ലം ആ സമയം വന്ന നമ്മുടെ ശരീരം കാണിക്കുന്നത്. അതേപോലെയാണ് ഈ പൂരപ്പറമ്പിലത്തെ ആ സമയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ജോലിയുള്ള ജോലി കളഞ്ഞു വരും. ഈ ഉത്സവം ആസ്വാദകരുണ്ട്. ആസ്വാദകർ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയും, പണ്ട് കാലത്ത് പറയും ചെണ്ടപ്പുറത്ത് കോലിട്ടോടത്തേക്കൊക്കെ പോകുന്നത്. ആ ഉത്സവം വന്നു കഴിഞ്ഞാല് അവൻ വീട്ടിലിരിക്കില്ല. ഗൾഫിൽ നിന്നാണെങ്കിലും അവിടെ വന്നിട്ട് ജോലി ലീവ് എടുത്ത് വരുന്ന ആൾക്കാരാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കലാകാരന്മാർക്ക് കലാ ആസ്വാദകർ വേണം. എന്താ വെച്ചാൽ പൂരപ്രേമികൾ, അത് ആനപ്രേമികൾ, അവരുണ്ടെങ്കിൽ നമ്മളത് ഗംഭീരമായിട്ട് മേളം താഴ്ത്തി കൂട്ടുക. അത് ആസ്വദിക്കാൻ ആരുമില്ല, ഒരാൾ പോലും ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതുണ്ടാവില്ല. അവരാണ് ഈ മേളാസ്വാദകരാണ് മേളക്കാരെ വളർത്തുന്നത്. അതേപോലെ ആനപ്രേമികൾ അവര് ഇതേപോലെ തന്നെ മേളക്കാരുടെ അതേ ഫീലിംഗ്. ഇപ്പൊ ഇന്ത്യ കാഴ്ചപ്പാടിൽ കുറെ ആൾക്കാർ നല്ല നല്ല ജോലിയുള്ള ആൾക്കാര്, അവര് മേളായി കഴിഞ്ഞാൽ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും കള്ളു കുടിച്ചിട്ട് താടി തുള്ളുന്നാന്ന്. അത് കൊട്ടണ ആളെന്നല്ല, അവർക്ക് ആ മേളത്തിനാണ്. അത് ആരായാലും അവര് നമ്മളെ വന്ന് കെട്ടിപ്പിടിക്കണോ പൊന്തിക്കണോ. അതിപ്പോ ജയപ്രകാശനായാലും മട്ടന്നൂരായാലും പെരുവനായാലും അല്ല, അവരാ തൊഴിലില് അവര് കലോടാണ്, അവർക്ക് അതിനോടുള്ള പ്രേമാണ്. അതാണ് അതില് നമ്മള് ഒരു ഭാഗവാക്കാവണമെന്ന് പറഞ്ഞത്. ശരിയാ. അപ്പൊ അതൊക്കെ കാണുമ്പോ എന്തായാലും നമുക്ക് തോന്നും നമ്മുടെ ജന്മം നല്ലൊരു എന്തായാലും പറയാം ഭാഗ്യം ചെയ്ത ജന്മമാണ്. ഇങ്ങനെയൊക്കെ തീർച്ചയായിട്ടും കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഒരു നല്ല നല്ലൊരു സ്ഥാനം. ഇപ്പൊ പണ്ടൊക്കെ തീരെ ഒരു വില കൽപ്പിക്കാത്തത്, ഇപ്പൊ എല്ലാവർക്കും നല്ല വില ഉണ്ട്. അപ്പൊ നമ്മുടെ നിരഞ്ജന് ചെണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആശാന്റെ പുതിയ ചെണ്ട കൊട്ടാനുള്ള ഭാവി ജീവിതത്തില് ഒരു നാഴികക്കല്ല്. അതായത് പുതിയ ചെണ്ട തന്നെ മേടിക്കണം, അല്ലാണ്ട് പഴയ ചെണ്ട ഇതായിട്ടല്ല. പക്ഷെ അവന് എല്ലാവർക്കും പുതിയ. നമുക്കിപ്പോ കുറെ ഭക്ഷണിക്കാലത്തൊക്കെ നമ്മൾ വലിയ വലിയ ആൾക്കാർ മക്കളുടെ ഒക്കെ ഡ്രസ് മേടിച്ച് അതേപോലെ ചെണ്ട അങ്ങനെ കിട്ടും. പക്ഷെ അതല്ല, പുതിയ ചെണ്ട മേടിക്കണം. അതെ. എന്നിട്ട് ആ പുതിയ ചെണ്ടയുടെ മുകളിൽ നിറഞ്ഞ എന്തായാലും ഈ വെക്കേഷനിൽ 2 മാസം 2.5 മാസം കൊണ്ട് തായമ്പക പഠിച്ച് അരങ്ങേറണം. അതിനെല്ലാം എല്ലാ ഗുരുനാഥന്മാരുടെ ഗുരുവായൂരപ്പന്റെ തിരുവേക്കര നമ്മുടെ എല്ലാ അച്ഛനമ്മമാരുടെ നമുക്ക് അപ്പൊ ചെണ്ട നമുക്ക് കൈമാറാം.
ഇതേപോലെ സെന്റർ തുടങ്ങുന്നത് ശരിക്കും തായ്മയുടെ അരങ്ങേറ്റത്തിനാണ്. അതന്നെ അതേക്കും എന്താ പറയാ പെട്ടെന്ന് തന്നെ അത്രയും വേഗത്തില് ഇതേപോലെ തായ്മയുടെ അരങ്ങേറ്റത്തിന് അന്ന് എനിക്ക് ചെണ്ട എടുത്ത് വരാനുള്ള യോഗം കൂടുതലായിട്ടുള്ളതാണ്. അപ്പൊ നിരഞ്ജ, നിനക്ക് അപ്പോ സ്വന്തമായിട്ട് ഒരു മഹാ എന്താ പറയാ വാദ്യോപകരണം, വട്ടരവാദ്യം ചെണ്ടയ്ക്ക് താഴെ ക്ഷേത്രവാദ്യ കലകളില് 1-ാം സ്ഥാനമാണ് ചെണ്ടയ്ക്ക്. അതൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാവാന്ന് പറഞ്ഞാൽ മഹാഭാഗ്യം. ഞാനൊക്കെ ഒരു ചെണ്ട സ്വന്തമായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, കാരണം എന്താ അച്ഛൻ്റെ കയ്യിലുണ്ട്, എന്നാലും എനിക്ക് സ്വന്തമായിട്ടൊരു ചെണ്ട വേണമെന്ന് പറയാൻ കൊതിച്ചുള്ള ആളാണ്. പുതിയ ചെണ്ടാണ്. അപ്പൊ ഇപ്പൊ ദിവസം കഴിച്ചിട്ട് കുറെ ചെണ്ടകളുണ്ട്. അപ്പൊ അതേപോലെ നിനക്കൊരു ചെണ്ട സ്വന്തമായിട്ട് ഇന്ന് കിട്ടിയിരിക്കുകയാണ്. ഇനി അത് ഫുള്ളായിട്ട് കെയർ ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പം ഞാൻ പറഞ്ഞു തരാൻ കുറച്ച് കാര്യങ്ങൾ. ഇത് കംപ്ലീറ്റ് തോലാണ്, പുതിയ തോലാണ്. ഇതൊന്നും വലിച്ച് സ്ട്രൈറ്റ് ഒന്നും ആയിട്ടില്ല. അത് ആവശ്യം ചെറുതായിട്ടൊന്നും വലിച്ചിട്ടുള്ളൂ. 2, 3, 4 വട്ടം വലിച്ചാലാണ് ശരിക്കും ശബ്ദമാവുള്ളൂ. അത് വലിച്ച് ടൈറ്റ് ആവുന്നതോറും നമ്മൾ റിസ്ക്കാണ് അത് സൂക്ഷിക്കാൻ. മഴക്കാലത്തൊക്കെ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെണ്ട ബാഗുണ്ട്. ഇപ്പൊ ബാഗിലാക്കി കൊണ്ടുപോകാം വീട്ടില്. പുതിയ ചെണ്ട ബാഗാണ്. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്റ്റൂളോ അല്ലെങ്കിൽ ചെയറോ എന്തോ വെച്ചിട്ട് അതിൽ ഇങ്ങനെ തന്നെ വെക്കാം ചെണ്ട. എന്നിട്ട് ഇത് തോലായതുകൊണ്ട് ഉറുമ്പ്, പാറ്റ, മണലൊക്കെ ഇതൊന്നും ശരിക്കും ഉണങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. അത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ്, മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉണങ്ങുള്ളൂ. അപ്പൊ അതിന്റെ സ്മെല്ല് കേട്ടിട്ട് ഇവര് വരും. ഈ അടിയിൽ ഉറുമ്പൊക്കെ വന്നിട്ട് ഇതിൽ കയറി കഴിഞ്ഞാൽ അവര് ചെറിയ ഓട്ടയാക്കും. നമ്മളത് കാണില്ല, ശ്രദ്ധിക്കില്ല. നമ്മൾ പിന്നെ അടുത്ത പ്രാവശ്യം വലിക്കുമ്പോൾ വലിക്കുമ്പോൾ ടൈറ്റ് ആവല്ലേ, അത് വിണ്ട് പൊളിയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ചെയറിന്റെ മുകളിൽ വെക്കാം. എന്നിട്ട് അതിന്റെ അടിയിൽ അതിന്റെ കാലിന്റെ അവിടെ ഉറുമ്പും പൊടിയോ അല്ലെങ്കിൽ മറ്റേ ഇപ്പൊ ഒരു ചോക്കൊക്കെ അതൊന്ന് വരച്ച് വെക്കുക. പിന്നെ നമ്മളൊരു വീട്ടിലൊരു കുട്ടീനെ എങ്ങനെ പരിചരിക്കുന്നു അങ്ങനെ ചെണ്ട നോക്കണം. കുറേ ദിവസം മഴക്കാലത്ത് കുഴപ്പമില്ല, വേനൽക്കാലത്ത് കുഴപ്പമില്ല. വർഷക്കാലത്തൊക്കെ ആകുമ്പോൾ നമ്മളൊരു 10-15 ദിവസം കൂടുമ്പോൾ ഒന്ന് വെയിൽ കാണുമ്പോൾ ഒന്ന് ചെറുതായിട്ട് വെയിൽ കൊള്ളിക്കണം. കാരണം എന്താ വെച്ചാൽ ഇതിലൊക്കെ ഈ തണുപ്പടിച്ചിട്ട് പൂപ്പല് തോലാണല്ലോ, പൂപ്പല് വരും. അങ്ങനെ ആ പൂപ്പല് വരാതെ സൂക്ഷിക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് വെയിൽ വെച്ചിട്ട് നമ്മൾ ചെണ്ട ഈ സ്റ്റൂളിൽ തന്നെ അതിൻ്റെ മുകളിൽ വെയിൽ വെച്ചിട്ട് വെയിലായി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ തൊട്ട് നോക്കി കഴിഞ്ഞാൽ ചൂടാവും. അപ്പം അതെടുക്കുക, എന്നിട്ട് ആ സൈഡ് മറച്ച് വെച്ചിട്ട് അതും ചൂടാക്കി എന്നിട്ട് എടുത്ത് വയ്ക്കുക. എന്നിട്ട് പറ്റുമെങ്കിൽ വല്ല ഈർക്കല് അങ്ങനെ എന്തെങ്കിലും ഒരു തുണിയൊക്കെ ചീറ്റിയിട്ട് ഈ അതിൻ്റെ ഈ ഇടഭാഗത്തൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി. അതേപോലെ ഈ സൈഡിൽ ആ പൊടി പൂപ്പലൊക്കെ വരും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെണ്ട നോക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വലിക്കുക. പരിപാടി പഠിച്ചു കഴിഞ്ഞാൽ അരങ്ങേറ്റം ഗംഭീരമാക്കി ചെയ്യും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ. ചെണ്ട നമ്മൾ എത്രയും കെയർ ചെയ്യണം. പിന്നെ മഴയ്ക്ക് എണ്ണയ്ക്ക് ആയിട്ടുള്ള കൈയോട്ടൊന്നും പിടിക്കരുത്. അറിയാലോ, ഇത് തോലാണ് സാധനം, പശുവിന്റെ തോലാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. വെള്ളം അതേപോലെ കൈ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ശരിക്കും കൈ തുടയ്ക്കാണ്ടൊന്നും തുടരുത്. അപ്പൊ അത് ഈർപ്പം തട്ടി കഴിഞ്ഞാൽ വർഷക്കാലത്താണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതേപോലെ തന്നെ എണ്ണക്കൈ, നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ അറിയാത്തവർ വന്നിട്ട് കുട്ടികളെ ഇങ്ങനെ അടിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പാടുപടി ആയി കഴിഞ്ഞാൽ ഇത് പോകുന്നു മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ പൊളിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10,000-5,000 റുപ്യ 2 തോലും പറഞ്ഞു. ഇതിന് കേടൊന്നും വരില്ല, കുറ്റിക്ക് കുഴപ്പം വരില്ല. നമുക്ക് വലിച്ച ഇപ്പൊ ഇത്ര ശബ്ദമുള്ളൂ. ഇനി വലിക്കുന്നതോറും നല്ല ശബ്ദമായിട്ട് അടിപൊളി ഭാഗ്യവാനാണ്. നല്ലൊരു ചെണ്ട സ്വന്തമായിട്ട് ഇത്ര ചെറുപ്പം എനിക്ക് ഈ ഇതിന്റെ പ്രായത്തില് ഈ ചെണ്ട സ്വന്തമായിട്ടുണ്ട്. അച്ഛന്റെ ചെണ്ട ഉണ്ട്, അതെടുത്ത് അച്ഛന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ 10-15 ചെണ്ട. പക്ഷെ എനിക്ക് സ്വന്തമായിട്ടൊരു ചെണ്ട ആണെന്ന് പറഞ്ഞു. എന്റെ അച്ഛനൊന്നും അങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ മേടിച്ചു തരില്ല. അത് ഇവിടെ ഉള്ള ചെണ്ട ഇപ്പൊ കൊട്ടിയാൽ മതി പറയും. അപ്പൊ നമ്മുടെ ഒരു ഇതില് എനിക്ക് ഇതേപോലത്തെ കളർ വേണം, ഇതേപോലത്തെ അടിപൊളി ഷൈനിങ് ഉള്ള ചെണ്ട വേണം. അത് എനിക്ക് കിട്ടിയിട്ടില്ല. നിനക്കതിന് ഭാഗ്യമുണ്ടായി അച്ഛൻ. അപ്പൊ എന്തായാലും ഭാഗ്യവാനാണ്. ഇനി നീ അതേപോലെ കൊട്ട് ഗംഭീരാക്കുക. എവിടെ പോയാലും ഗുരുവായൂർ ജയപ്രകാശിന്റെ ശിഷ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അഭിമാനിക്കാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.